ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ രാജിവെച്ചു. ടെലഫോണിലൂടെ ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ നടത്തിയെന്ന ആക്ഷേപത്തിന്റെ പേരിലാണ് രാജി. തന്റെ രാജി കുറ്റസമ്മതമല്ലെന്നും ധാർമ്മികതയുടെ പേരിലാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു, ആരെയും കുറ്റപ്പെടുത്താനില്ല, നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു. LDF സർക്കാരാണെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഈ സാഹചര്യത്തിൽ എൻ്റെ ആദ്യത്തെ കടമ ശരിതെറ്റ് എന്നതിനേക്കാൾ ഉപരിയായി ഈ രാഷ്ട്രീയ ധാർമ്മികതയെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ വിവരം ഞാൻ അല്പസമയത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് ഞാനിപ്പോൾ വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനത്തു നിന്നും രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റസമ്മതമല്ല, മറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ യശസ്സ്, എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയ അന്തസ്സ്, എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്മാർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതിന് ഞാൻ ഈ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന എൻ്റെ ഉത്തമ ബോധ്യമാണ്. ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുന്നു. സിജു, ഈ ആരോപണം, ഈ വാർത്ത പുറത്തു വരുമ്പോൾ അദ്ദേഹം കോഴിക്കോടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ക്ലിപ്പിംഗ്സിന്റെ ഒക്കെ ആധികാരികത ഇനിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്, പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനൊക്കെ മുൻപേ രാജി പ്രഖ്യാപനം എന്ന തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം എത്തിയത്? എന്ത് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ മുൻ ഗതാഗത മന്ത്രി നൽകിയത്? അരുൺ, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഒരു സ്വകാര്യ ചാനലിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഒരു സ്ത്രീയുമായി സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നത്. ഇത് വലിയ രീതിയിലുള്ള വിവാദവും ചർച്ചകൾക്കും വഴി തുറന്നപ്പോൾ ഏതാണ്ട് 4 മണിക്കൂറിന് ശേഷം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ തൻ്റെ രാജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ വിവാദവുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് എ.കെ. ശശീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞത്. ഇതിൽ നിലവിൽ ഒരു തരത്തിലുള്ള പരാതിയും എവിടെയുമില്ല. ഈ സ്ത്രീ ആരാണെന്ന് പോലും തനിക്കറിയില്ല. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ LDF സർക്കാരും അതോടൊപ്പം തന്നെ തൻ്റെ പാർട്ടിയും താൻ വ്യക്തിപരമായി ഇത്രയും കാലം രാഷ്ട്രീയ ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ അതേ രീതിയിൽ തന്നെ സംരക്ഷിക്കേണ്ടത് കൊണ്ട് താൻ ധാർമ്മിക മൂല്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ രാജിസന്നദ്ധത അറിയിക്കുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്നും താൻ രാജിവെക്കുന്നു എന്നാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതൊരിക്കൽ പോലും ഒരു കുറ്റസമ്മതമായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. ഇത്തരത്തിൽ സ്വാഭാവികമായും ഒരു മന്ത്രി ഉൾപ്പെട്ട ഒരു വിവാദം വരുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും മറ്റ് കാര്യങ്ങളും നടക്കും. ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ആ മന്ത്രിസ്ഥാനത്ത് താൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു രീതിയാവില്ല എന്ന ഒരു വിശ്വാസമാണ് തനിക്കുള്ളത്. പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പോലും മറ്റ് പാർട്ടിയുടെ ആളുകൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ബന്ധപ്പെട്ടപ്പോൾ രാജിവെക്കണം എന്ന നിലപാടാണ് ഞാൻ ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്. പക്ഷേ തൻ്റെ കാര്യം വരുമ്പോൾ മാത്രം അതിൽ ഒരു നിലപാടിൽ മാറ്റം ഉണ്ടാകുന്നത് ശരിയല്ലെന്നാണ് താൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രാജിയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ മന്ത്രി എ.കെ. ശശീന്ദ്രനോട് ചോദിച്ചിരുന്നു. ഒന്ന്, രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിൽ നിലവിൽ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനത്തിലോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നിലവിലില്ല. അതോടൊപ്പം ഈ സ്ത്രീ ആരാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അറിയില്ല. ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്കിടയിൽ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും പക്ഷേ തൻ്റെ ഒരു ചെറിയ പ്രസ്താവന പോലും അത് വലിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കും തെറ്റായ സന്ദേശവും നൽകുമെന്നതുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് എ.കെ. ശശീന്ദ്രൻ പറഞ്ഞത്. കൃത്യമായും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തെറ്റും ശരിയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് വരും
ദിവസങ്ങളിൽ പരിശോധിക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. വിവാദമുണ്ടായ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് വലിയ രീതിയിലുള്ള പിന്തുണയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മറ്റ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ വ്യക്തിപരമായി ഈ വിഷയത്തിൽ ഒരു ശരിയായ ഒരു തീരുമാനമെടുക്കാൻ കഴിയും. ആ തീരുമാനമെടുക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നതെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ആ പിന്തുണയ്ക്ക് കൂടി നന്ദി അറിയിച്ചുകൊണ്ടാണ് എ കെ ശശീന്ദ്രൻ തന്റെ തീരുമാനം ഔദ്യോഗികമായി 3 മണിയോടുകൂടി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇതുവരെ തന്റെ അടുത്തെത്തുന്ന മന്ത്രി എന്ന നിലയിൽ തന്നെ സമീപിക്കുന്ന ആരോടും മോശമായി ഞാൻ പെരുമാറിയിട്ടില്ല. അത് നടക്കാത്ത ഒരു കാര്യമായാൽ കൂടി അവരോട് പോലും വളരെ മാന്യമായി പെരുമാറുന്ന ഒരു സ്വഭാവമാണ് ഞാൻ സ്വീകരിച്ചിരുന്നത്. മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് ജനങ്ങളോടും താൻ കാരണം ഒരിക്കൽ പോലും ആ ഒരു മോശമായ രീതിയിൽ ചിന്തിക്കേണ്ടി വരില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ തന്റെ പാർട്ടിയിലെ പ്രവർത്തകർക്ക് ഒരിക്കൽ പോലും തന്റെ പേരിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ല എന്ന ഉറപ്പും താൻ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ കൃത്യമായി പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായില്ല. പക്ഷേ വസ്തുതകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. തന്റെ ജനങ്ങൾക്ക് തന്റെ ഇപ്പോൾ മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ജേക്കബ് ജോർജ് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജിന്റെ സർവ്വതല സ്പർശിയായ ചർച്ചകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വളരെ ഗൗരവമായി നടന്നിട്ടുണ്ട്. അങ്ങേക്കറിയാം, മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടക്കം ഇതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച് നിലവിൽ വിലയിരുത്തുന്നുണ്ട്. ഇങ്ങനെയായിരുന്നോ ഈ വാർത്ത കൊടുക്കേണ്ടിയിരുന്നത്? ഇതിന്റെ ധാർമ്മികമായ അംശങ്ങൾ അതൊക്കെ പരിഗണിക്കേണ്ടിയിരുന്നില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ. പതിറ്റാണ്ടുകൾ പ്രവർത്തന പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ ആ വശം കൂടി എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ വിഷയത്തിനകത്തൊരു പ്രധാന പ്രശ്നം ഇതിലാരാണ് ഈ സ്ത്രീ എന്ന കാര്യം പുറത്തു വന്നിട്ടില്ല. അതെ, ഈ സ്ത്രീ എന്താണ് മന്ത്രിയോട് പറയുന്നത്? തീർച്ചയായിട്ടും ആദ്യം മന്ത്രി പറയുന്ന ഒരു വാചകത്തിൽ ഈ സ്ത്രീ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ പിന്നീട് ഒരിക്കലും മന്ത്രി എന്നല്ല ഒരു പുരുഷൻ അങ്ങനെ ഇതുപോലെയുള്ള പ്രതികരണം നടത്തില്ല. അപ്പോഴനുകൂലമായ ഒരു പ്രതികരണം കിട്ടിയിട്ടല്ലേ മന്ത്രി തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ സ്ത്രീയുടെ ഭാഗം കട്ട് ചെയ്തിരിക്കുകയാണ്. അതെന്തുകൊണ്ട് കട്ട് ചെയ്തു? അത് ശബ്ദം പുറത്തുവിടുന്നതിന് കുഴപ്പമില്ലല്ലോ. ആരാണ് സ്ത്രീ എന്ന കാര്യം പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും മന്ത്രി ഏത് സാഹചര്യത്തിലാണ് മന്ത്രിയാണെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്? അദ്ദേഹത്തെ അതിലേക്ക് നയിക്കാനുള്ള അദ്ദേഹത്തിന് ആ പുരുഷന്റെ സംസാരം കേട്ടാലേ ഒരു നല്ല പരിചയമുള്ള രീതിയിലാണ് ആളിനോട് വർത്തമാനം പറയുന്നത്. മുൻപും സംഭാഷണം നടത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെയും ഉത്തരം കിട്ടേണ്ടതുണ്ട്. അത് ഒരു സമഗ്രമായ അന്വേഷണത്തിൽ കൂടി മാത്രമേ കിട്ടുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഇതൊരു പൂർണ്ണമായ ഒരു റിപ്പോർട്ട് അല്ല എന്ന് വേണം കരുതാൻ. അതെ, ഈ ഓഡിയോ ക്ലിപ്പിംഗ്സ് സംപ്രേഷണം ചെയ്തതുപോലെ തന്നെ വളരെ ഗൗരവതരമല്ലേ ഇക്കാര്യത്തിൽ പരാതിയില്ല, ഇതിൽ ഇതുവരെ പരാതിയില്ല എന്ന വാർത്തയും? പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? ഏത് പോലീസിൽ പരാതി കൊടുത്തു? ആരാണ് പരാതിക്കാരി? അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ? ഈ പരാതിക്കാരി ഈ സ്ത്രീ മന്ത്രിയെ സമീപിച്ചത് എന്തിന്? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞയച്ചതാണോ? ആരെങ്കിലും മന്ത്രിയെ കെണിയിൽപ്പെടുത്തിയതാണോ? തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയും രാഷ്ട്രീയമായ സംശയങ്ങൾ വരുന്നുണ്ട്, സാമൂഹികമായ പ്രശ്നങ്ങളുണ്ട്. കാരണം സ്ത്രീയുടെ പേര് പുറത്തു വരാത്തിടത്തോളം കാലം ഈ സംശയങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ അധികാര ദുർവിനിയോഗം നടത്തി ഒരു സ്ത്രീയെ ലൈംഗികതയ്ക്ക് പ്രേരിപ്പിച്ചു എന്നാണോ ഇവിടെ വാർത്ത? അല്ല. അങ്ങനെയാണ് എങ്കിൽ തന്നെ താങ്കൾക്കറിയാമല്ലോ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ധാർമ്മികമായി ആ വാർത്ത കൊടുക്കേണ്ടിയിരുന്നത് ഇങ്ങനെയാണോ? ചില ബാലൻസിങ് സൈഡൊക്കെ ഉണ്ടല്ലോ ഈ വാർത്ത കൊടുക്കുന്ന രീതിക്ക്. അതെ, ഈ വാർത്ത തന്നെ അത്ര കണ്ട് പൂർണ്ണമല്ലാത്ത സ്ഥിതിക്ക് ധാർമ്മികതയെ കുറിച്ചുള്ള ചോദ്യം ഉദിക്കുന്നില്ല. ആദ്യം വാർത്ത പൂർണ്ണമാക്കണം. വാർത്ത പൂർണ്ണമാകണമെങ്കിൽ അത് ആര് പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, എന്ത് ആവശ്യത്തിനാണ് മന്ത്രിയെ കണ്ടത്, ഏതൊക്കെ ദിവസമാണ് കണ്ടത്, മന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ മാത്രമേ മന്ത്രിക്ക് വ്യക്തിപരമായിട്ട് അല്ല ഔദ്യോഗികമായിട്ട് ഇതിനകത്ത് പങ്കുണ്ട്. അദ്ദേഹം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് തന്നെ സമീപിച്ച ഒരു സഹായത്തിന് സമീപിച്ച ഒരു സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്ന ചോദ്യം വരികയുള്ളൂ. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. മന്ത്രിയുടെ വർത്തമാനം മാത്രം, ആ വർത്തമാനത്തിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊക്കെയാണ് സംശയങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ. അതെ, ജെന്യൂനായ നിരവധി സംശയങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ്
മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടക്കം ഇതിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ഗൗരവതരമായി ചോദ്യം ചെയ്യുകയും ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നിലവിൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഹരീഷ്, ടെലിഫോൺ ലൈനിലുണ്ടോ? സ്വാഭാവികമായും ഇതിന്റെ ഒരു ധാർമ്മികത എങ്ങനെയാണ് കാണുന്നത്? അതിനുമപ്പുറം വസ്തുനിഷ്ഠമായ ചില വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതുവരെ ഒരു പരാതിക്കാരി ഉണ്ടായിട്ടില്ല എന്നത് വളരെ ഗൗരവതരമായി കാണേണ്ടതല്ലേ? ആ സ്ത്രീക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് പറയേണ്ടതല്ലേ? ഉണ്ടെങ്കിൽ മുഖം മറച്ച് ഒരു ബൈറ്റ് എടുക്കാമായിരുന്നു, സാധാരണ അങ്ങനെ ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ടെലിഫോണിൽ ഒരു പ്രതികരണമെങ്കിലും സ്വാഭാവികമായി എടുക്കേണ്ടതായിരുന്നു, അതും ഉണ്ടായിട്ടില്ല. ഇത് ആകാശത്ത് നിന്ന് പൊട്ടി വീണതുപോലെ ഒരു വാർത്ത എന്ന് പ്രത്യക്ഷത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ഇതിനകത്തെ ധാർമ്മികതയുമായി പ്രത്യക്ഷത്തിൽ കൺസേൺ അല്ല. കാരണം ആളുകൾക്ക് സ്വയം ഞങ്ങൾ ഇത്ര നിലവാരത്തിൽ മതി, ഇങ്ങനെ കഴിഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്നത് ആളുകളുടെ സ്വാതന്ത്ര്യമാണ്. ചിലർ നമ്മൾ വെള്ളം ഒടിച്ചിട്ട് വഴി കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡിനെ നമ്മൾ അവർ നന്നാവണം എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. അപ്പോ അത് അവരവരുടെ സ്റ്റാൻഡേർഡ് തീരുമാനിക്കാം. പക്ഷെ ഇത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഇതൊരു പൊതു ചാനലായി വരുമ്പോൾ, എന്റെ സ്വീകരണ മുറിയിൽ ഞാൻ അറിയാതെ തന്നെ ചാനൽ മാറ്റുമ്പോൾ വരുന്ന ഒരു കണ്ടന്റായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച് സാറ്റലൈറ്റ് റേറ്റ് വഴിയാണ് ഇത് പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിന്റെ കണ്ടന്റിന് അതിന്റെ ഉത്തരവാദിത്തം കാണിക്കണം. ആ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും പ്രധാനമാണ് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുള്ള ഭരണഘടനയുടെ സ്വാതന്ത്ര്യമാണ് മറ്റൊരാളുടെ കാര്യങ്ങളെ പറ്റി തുറന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം നടത്താനുള്ള അവകാശം. ഈ അവകാശം വിനയിക്കുമ്പോൾ അത് മറ്റൊരാളുടെ അവകാശത്തിന് ലംഘനം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ നിയമം. ഇന്ത്യയിലെ ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ഞാൻ നടത്തുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം തടസ്സമാവാൻ പാടില്ല. ഇവിടെ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത കേവലം എഡിറ്റഡ് ആയിട്ടുള്ള ഒരു വോയിസ് മെയിൽ മാത്രമാണ്. അതിൽ സ്ത്രീ ആര് എന്ന് പറയുന്നില്ല, എന്താണ് അവർ തിരിച്ചു സംസാരിക്കുന്നത് എന്ന് പറയുന്നില്ല. അതിന്റെ ഓഡിയോ ടിപ്പിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, എന്തുകൊണ്ട് നീ ഇത്രയും കാലം വിളിച്ചില്ല എന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, മെയിൽ വോയിസ് കേൾക്കുന്നത്. അപ്പോൾ നിരന്തരമായി വിളിക്കാറുണ്ടായിരുന്നെന്നും അതൊരു ഇൻകമിംഗ് കോളാണെന്നും പ്രാഥമികമായി നമുക്ക് യുക്തി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ വാർത്ത, ജേർണലിസം ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ജേർണലിസത്തിന്റെ ഏറ്റവും പ്രാഥമികമായ പാഠം ഹൂ അല്ലെങ്കിൽ വാട്ട് അല്ലെങ്കിൽ വൈ എന്ന 5 W ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഹൂ ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല, എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടില്ല, എപ്പോൾ വെൻ എന്ന് പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാണ് ഞാൻ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യവും പറയാതെ സാധാരണ, ഞാൻ പറയുന്നതിൽ ക്ഷമിക്കുക, സാധാരണ മലയാളി 4ാം കിട വാട്സപ്പ് മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നത് പോലെ കിട്ടുന്ന ഒരു ഫോർവേഡ് മെസ്സേജ് ആയിട്ട് അതിനപ്പുറം ഒരു വാർത്താ പ്രാധാന്യം ഇല്ലാത്തൊരു സംഗതി ഊതിപ്പെരുപ്പിച്ചാണ് ഇന്നിപ്പോൾ വാർത്ത എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നതും. ഒരു മന്ത്രി ഇലക്ഷൻ അടുക്കുമ്പോൾ ഒരു മന്ത്രിക്കെതിരെ ആരോപണം വന്നാൽ മന്ത്രി എന്താണ് ചെയ്യുക എന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ഇപ്പൊ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹം മന്ത്രി പദവി വഹിക്കുന്ന സമയത്ത് തന്നെയാണോ ഇത് ഉണ്ടായത്, അല്ലെങ്കിൽ അതിനു മുൻപാണോ എന്നതടക്കമുള്ള സംശയങ്ങളും പൊതുസമൂഹത്തിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ നിയമസാധുതയെക്കുറിച്ച് കൂടി താങ്കൾ എങ്ങനെയാണ് നിലവിൽ കാണുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി? ഇതിനകത്ത് യാതൊരു നിയമപ്രശ്നവും നിലവിൽ ഉണ്ടായിട്ടില്ല. കാരണം ഒന്ന്, ഇത് ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ സെക്ഷുവൽ കണ്ടന്റ് സംസാരിക്കുന്നു അവരുടെ കൺസെന്റ് ഇല്ലാതെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊരു പ്രശ്നമായിട്ട് വരിക. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയോടാണ് സംസാരിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാമുകിയോടാണ് സംസാരിക്കുന്നെങ്കിലോ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇതിനകത്തില്ല. ഇതിൽ പ്രശ്നം ഉണ്ടാവുക ഇത് കൺസെൻഷ്വൽ അല്ലാതെ നിയമവിരുദ്ധമായി ഒരു സ്ത്രീയോട് സംസാരിക്കുകയും അവർക്ക് പരാതി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ്. ഇനി അതല്ല, അവർക്ക് പരാതിപ്പെടാൻ പേടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഒഫൻസിനെ പറ്റിയുള്ള ഒരു അറിവുണ്ടാവുകയാണെങ്കിൽ, ഒരു കുറ്റകൃത്യത്തെ പറ്റിയുള്ള ഒരു അറിവുണ്ടാവുകയാണെങ്കിൽ പോലീസ് സ്വമേധയാ കേസെടുക്കണം. ഇവിടെ ഒരു കുറ്റകൃത്യമില്ല. അയാൾ സംസാരിക്കുന്നതിൽ എവിടെയും ഒരു കുറ്റകൃത്യം നമുക്ക് ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. IPC പ്രകാരം അങ്ങനെ സംസാരിക്കുന്ന ഒരു കുറ്റകൃത്യം അല്ലതാനും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും എന്താണ് കുറ്റം? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആ ചാനൽ കണ്ടപ്പോൾ ആ ചാനലിലെ ആളുകൾ പറയുന്നത്, ജിഷ സംഭവത്തിന്റെ പേരിൽ അധികാരത്തിലേറിയ ഒരു സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്. ഇത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ ധാർമ്മികത എന്ന പേരിൽ സദാചാര പോലീസ് നാട്ടിലുള്ള പെൺകുട്ടികളെ ചൂരിലെടുത്ത് തല്ലുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണിത്. ഇത് ഞാൻ പേരെടുത്ത് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. മംഗളം എന്ന് പറയുന്ന കേരളത്തിലെ 4ാം കിട സംസ്കാരമുള്ള ഒരു പത്രം, ഒരു ചാനൽ തുടങ്ങിയപ്പോൾ കേരളത്തിൽ മാന്യമായി ചാനൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുമോ എന്ന് സംശയമുള്ള തരത്തിലേക്ക് കേരളത്തിലെ ദൃശ്യമാധ്യമ സംസ്കാരം ഇടിച്ചു താഴ്ത്തുക എന്ന ഒരു സംഗതിയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല എന്ന് ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ 5 ജഡ്ജിമാർ അഴിമതിക്കാർ എന്ന പേരിൽ നേരത്തെ ഇവരുടെ പത്രം ഒരു 1ാം പേജ് വാർത്ത കൈകാര്യം ചെയ്തിരുന്നു. ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസ് ഹൈക്കോടതി മുമ്പാകെ വന്നു. ആരൊക്കെയാണ് ഈ ജഡ്ജിമാർ, എന്താണ് ഈ വാർത്തയുടെ സോഴ്സ് എന്ന് കോടതി ആരാഞ്ഞപ്പോൾ
ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, മാപ്പാക്കണം എന്ന് ഇതിന്റെ ചീഫ് എഡിറ്റർ വന്ന് മാപ്പ് എഴുതി കൊടുത്ത് ആ കേസ് പിൻവലിക്കുകയായിരുന്നു. ഇത് മംഗളത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആർക്കെതിരെയും മലം എറിയുക, അവരുടെ മുഖത്തേക്ക് മാലിന്യം വലിച്ചെറിയുക, അതിനുശേഷം കുറച്ചു കഴിയുമ്പോൾ മാപ്പ് പറഞ്ഞ് സെറ്റിൽ ചെയ്യുക തുടങ്ങിയ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ദൃശ്യമാധ്യമ രംഗത്തേക്കും ഇത് വരുന്നത്. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്, വളരെ അപകടം പിടിച്ച ഒരു കീഴ്വഴക്കമാണ് ഇന്നിപ്പോ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെ, തീർത്തും വസ്തുതാപരമായ കാര്യങ്ങളാണ് താങ്കൾ സൂചിപ്പിച്ചത്. കാരണം ആ തരത്തിൽ താങ്കളുടേതായുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെക്കുറെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൊതുസമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അധികാര ദുർവിനിയോഗം നടത്തി സ്ത്രീയെ ലൈംഗികതയിലേക്ക് പ്രേരിപ്പിച്ചു എന്ന തരത്തിലായിരുന്നു യഥാർത്ഥത്തിൽ എക്സ്ക്ലൂസീവ് എന്ന് അവർ അവകാശപ്പെടുന്ന ഈ വാർത്തയെ അവർ പുറത്തുവിട്ടത്. അതിന്റെ ധാർമ്മികത കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അല്ല, ഇതിപ്പോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ സ്ത്രീയോട് പെർമിഷൻ വാങ്ങിച്ചിട്ടാണോ ഈ ഓഡിയോ പുറത്തുവിട്ടത് നമുക്കറിയില്ല. ഏതായാലും മന്ത്രിയുടെ ശബ്ദമാണ് എന്ന് മന്ത്രി പറയാത്ത സാഹചര്യത്തിൽ അത് മന്ത്രിയുടെ ശബ്ദം തന്നെയാണോ എന്ന് നമുക്കറിയില്ല. ആരുടെയൊക്കെയാണ് അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്? രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ കൊണ്ടുവന്ന് വെച്ചാൽ, ഒരു ക്യാമറ കൊണ്ടുവന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പുറത്ത് പൊതുസമൂഹത്തിന് കാണാൻ പറ്റാത്ത പലതും കാണാൻ കഴിഞ്ഞേക്കും. അതൊരു വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് ഉൾച്ചേർന്ന് കിടക്കുന്ന നിയമലംഘനങ്ങൾ അനവധിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കണ്ടന്റിനെ സംബന്ധിച്ച്, ചാനലുകളുടെ കണ്ടന്റിനെ സംബന്ധിച്ച് പരാതി പറയാനുള്ള ഒരു സംവിധാനം ഇന്ത്യയിലുണ്ട്. മാധ്യമങ്ങളുടെ ഉള്ളടക്കത്തിൽ ഇടപെടണം എന്ന് നിരന്തരം പറയുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുമ്പോൾ ചില ചാനലുകൾ തങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്താൽ തീർച്ചയായിട്ടും ആ കണ്ടന്റിലേക്ക് ഇടപെടൽ നടത്താം എന്ന പൊതുസമൂഹത്തിന്റെ ആവശ്യം ശക്തമാവുകയും വേണ്ടി വന്നാൽ ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് തന്നെ വിലങ്ങുതടിയാവാൻ ഭാവിയിൽ സാധ്യതയുള്ളതുമായ ഒരു സ്റ്റെപ്പാണ്, ഒരു അപകടകരമായ സ്റ്റെപ്പാണ് ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇതിനെ ഭയപ്പാടോടുകൂടിയാണ് കാണുന്നത്. തീർച്ചയായും ദയവായി തുടരുക. ഹരീഷ് വാസുദേവനൊപ്പം ശ്രീ ജേക്കബ് ജോർജ്. ഒരു ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ രാജിവെച്ചു. ടെലഫോണിലൂടെയുള്ള ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ നടത്തിയെന്ന ആക്ഷേപത്തിന്റെ പേരിലായിരുന്നു അദ്ദേഹം രാജിവെച്ചത്. തന്റെ രാജി കുറ്റസമ്മതമല്ല എന്നും ധാർമ്മികതയുടെ പേരിലാണ് എന്നുമായിരുന്നു നേരത്തെ AK ശശീന്ദ്രൻ പറഞ്ഞത്. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ആരെയും കുറ്റപ്പെടുത്താനില്ല, നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നുമാണ് നേരത്തെ മാധ്യമങ്ങളോടായി ശശീന്ദ്രൻ പറഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. നിരവധി പേർ ഇക്കാര്യത്തെ വളരെ ഗൗരവമായി പരിഗണിക്കുകയും വസ്തുനിഷ്ഠമായ വിശകലനം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ധാർമ്മികതയെക്കുറിച്ച്, ഒപ്പം പരാതിക്കാരി ആരാണ് എന്ന കാര്യത്തിൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഓതന്റിസിറ്റി, ആധികാരികത ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ. ശ്രീ ജേക്കബ് ജോർജ്, എന്തൊക്കെ കൊടുക്കണം, ഏതൊക്കെ വാർത്തകൾ കൊടുക്കണം എന്നതിനപ്പുറം ഏതൊക്കെ വാർത്തകൾ കൊടുക്കരുത് എന്ന ലളിതമായ വകതിരിവ് ഇക്കാര്യത്തിൽ പ്രയോഗിക്കേണ്ടതായിരുന്നില്ലേ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ടല്ലേ മന്ത്രിയുടെ എന്ന് ആരോപിക്കപ്പെട്ട ആ ശബ്ദത്തിനുടമയുടെ മൗലികാവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്? ജേക്കബ് ജോർജ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല എന്ന് തന്നെയാണ് നിലവിൽ കരുതേണ്ടത്. ഹരീഷ് വാസുദേവൻ ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഹരീഷ്, ടെലിഫോണിലുണ്ടോ? ഈ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉഭയസമ്മതമുണ്ടെങ്കിൽ മന്ത്രിയുടെ സെക്സ് ചാറ്റ് അയാളുടെ മാത്രം മൗലികമായ അവകാശമാണ്. അങ്ങനെയാണെങ്കിൽ ആ മൗലിക അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റം എന്ന് വളരെ ലളിതമായി ഇതിനെ വിശേഷിപ്പിക്കാമോ? തീർച്ചയായിട്ടും പറ്റും. ഒന്ന്, ഇവിടെ ഒരു സ്ത്രീയുടെ പരാതിയില്ല. രണ്ട്, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആരോടെങ്കിലുമാണ് ഈ സംസാരിച്ചത് എങ്കിൽ ഇത് രണ്ടു കൂട്ടരുടെയും മൗലികാവകാശങ്ങളുടെ ലംഘനമായിട്ട് വരും ഇതിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇത് ഏത് സാഹചര്യത്തിലാണെന്ന് പറയാതെ നമുക്ക് ഇതൊന്നും പറയാൻ സാധ്യമല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പ് പറയാം, മന്ത്രിമാർക്ക് സ്വകാര്യ ഇടങ്ങളുണ്ട്. മന്ത്രിമാരുടെ ജീവിതം, സ്വകാര്യ ജീവിതം അവരുടെ അവകാശമാണ്. സ്വകാര്യ ജീവിതത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ഇക്കാര്യം സുപ്രീം കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അനുവാദമില്ലാതെ, പെർമിഷൻ ഇല്ലാതെ സ്വകാര്യ ജീവിതത്തിന് അകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ഏത് മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിലായാലും അത് നിയമലംഘനമാണ്. എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശങ്ങളല്ലാതെ മാധ്യമ പ്രവർത്തകർക്ക് യാതൊരു അധികാരവും കൂടുതലായില്ല. സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ സ്വകാര്യ ജീവിതത്തിന് നേരെ നടത്തിയ ഈ കടന്നാക്രമണം, അത് പരാതി ഇല്ലാത്തടത്തോളം അതിനെ കടന്നാക്രമണം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ മന്ത്രിക്ക് നിയമപരമായ മറുപടികളുണ്ട്, അതിനുള്ള മാർഗങ്ങളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം അത് സ്വീകരിക്കുമായിരിക്കും, സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷെ മന്ത്രിക്ക് പരാതി ഇല്ല എന്നുള്ളത് കൊണ്ട്
തെറ്റല്ലാതാവുന്നില്ല. ഈ ജോസ് തെറ്റയിൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് ഇക്കാര്യത്തിൽ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അന്ന് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകുകയും ശാസനാരൂപത്തിൽ താക്കീത് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെ തുടർന്ന് വാർത്ത പിൻവലിച്ചു. ഇത് നിലനിൽക്കുന്നതല്ല എന്നതടക്കമുള്ള ഗൗരവതരമായ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അതിനെയൊക്കെ അനുബന്ധമായി എങ്ങനെയാണ് കാണാനാവുക ഈ വാർത്തയുമായി കൂട്ടിച്ചേർത്ത്? ഈ ജോസ് തെറ്റയിലുമായി ബന്ധപ്പെട്ട് വീഡിയോ പുറത്തുവിട്ടപ്പോഴും സമാനമായ അഭിപ്രായ പ്രകടനങ്ങൾ ഞങ്ങളൊക്കെ നടത്തിയതാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ അവര് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത 18 വയസ്സ് തികഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധം ഉൾപ്പെടെ ആകാം എന്ന് ഭരണഘടന അനുശാസിക്കുന്ന ഒരു നാട്ടിലിരുന്നിട്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് വീഡിയോ സഹിതം പബ്ലിഷ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതിലെന്താണ് നിയമപരമായി തെറ്റ് എന്നാണ് ശരിയാവണ്ണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത്. അപ്പോ സമൂഹത്തിന് പല താല്പര്യങ്ങളും ഉണ്ടാകാം. ഇപ്പൊ മുഖ്യമന്ത്രി കിസ് ഓഫ് ലവ് സമരം നടക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, അന്നത്തെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞത് ഭാര്യയും ഭർത്താവും വീട്ടിൽ കഥകടച്ച് ചെയ്യേണ്ട ഒന്നാണ് ചുംബനം എന്നാണ്. അദ്ദേഹത്തിന് അങ്ങനെ താല്പര്യം ഉണ്ടാകാം. അങ്ങനെ ആ താല്പര്യം വെച്ചു പുലർത്തുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ സമൂഹമായിരിക്കാം ഇത്. പക്ഷേ എന്ന് കരുതി നമുക്ക് വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ, നിയമം അനുവദിച്ചു തരുന്ന അവകാശങ്ങൾ ഇതൊന്നും ഇല്ലാതാകുന്നില്ല. തീർച്ചയായിട്ടും അതെല്ലാം ഉള്ള ഒരു സമൂഹത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യം, അവരുടെ അവകാശം, അത് ഭരണഘടന അനുശാസിക്കുന്നുണ്ടെങ്കിൽ അത് പുലർത്താനുള്ള അവകാശം അവർക്കുണ്ട്. അതിനെ ലംഘിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഇക്കാര്യത്തിൽ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന് മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നം, രണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന്റെ പ്രശ്നം. ഇന്നിത് അനുവദിച്ചാൽ നാളെ പൊതു പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന പേരിൽ ആരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് ഒളിക്യാമറയുമായി കടന്നു വരാം എന്ന ഒരു കീഴ്വഴക്കമാണ് ഉണ്ടാകുന്നത്. അത് അപകടകരമാണ്. ഇന്ന് തടഞ്ഞില്ലെങ്കിൽ നാളെ അത് ഇതിലും അപകടകരമായി മാറുകയും ചെയ്യും. വളരെ നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനൊപ്പം ജേക്കബ് ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെച്ചു. ടെലിഫോണിലൂടെ ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ നടത്തിയെന്ന ആക്ഷേപത്തിന്റെ പേരിലാണ്, ആരോപണത്തിലാണ് രാജി. എന്നാൽ വസ്തുതാപരമായ നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. കാരണം എതിർവശത്ത് നിന്ന് പ്രോത്സാഹനം കിട്ടാതെ ഈ 11 മിനിറ്റോളം എങ്ങനെയാണ് സംസാരിക്കുക? അധികാര ദുർവിനിയോഗം നടത്തിയ ഒരു സ്ത്രീയെ ലൈംഗികതയിലേക്ക് നയിച്ചതാണോ വാർത്ത? അങ്ങനെയാണെങ്കിൽ ഈ വാർത്ത ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്നത്? ഇങ്ങനെയാണോ കൊടുക്കേണ്ടിയിരുന്നത്? ആരാണ് പരാതിക്കാരി? ഇതുവരെ പരാതി ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള നിരവധി ഗൗരവതരമായ ചോദ്യങ്ങൾ. ഒന്നുമല്ലെങ്കിൽ മുഖം മറച്ചൊരു ബൈറ്റ്, അല്ലെങ്കിൽ ടെലിഫോണിലൂടെ ഒരു ബൈറ്റെങ്കിലും എടുക്കാമായിരുന്നില്ലേ എന്നതടക്കം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഗൗരവമായ ചോദ്യങ്ങൾ ഉന്നയിക്കത്തക്ക നിൽക്കെയാണ് ഈ രാജി.